ശ്രീ ഷോൺ ജോർജ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ താങ്കൾ കേട്ടിട്ടുണ്ട്, ഇത് രാഷ്ട്രീയമാണ്, ഗൂഢാലോചനയാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയം തന്നെ ഇത് വന്നതിൽ CPM ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. മാത്രമല്ല, ഒന്നല്ല രണ്ടല്ല 3 കോടതികൾ ഇതിലൂടെ കടന്നുപോയിട്ട് മെറിറ്റിലെന്ന് കണ്ടെത്തിയ വസ്തുതയിൽ പിന്നെയും അതിൽ തന്നെ ചുറ്റിത്തിരിയാൻ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയമായി ശ്രമിക്കുകയാണ്. മറുപടി എന്താണ് ഷോൺ? അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹം പൊട്ടം കളിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ തന്നെ ചിരി വന്നു. കാരണം ഈ വിജിലൻസ് കോടതി പരിഗണിച്ച കേസും ഇതും എക്സാക്ട്ലി രണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ തീരുമാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടുള്ള തീരുമാനമോ ഇത്തരത്തിൽ ഒരു കേസിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഏതെങ്കിലും രേഖ കോടതിയിൽ സമർപ്പിക്കാൻ അന്നത്തെ ആ വിജിലൻസ് കേസിൻ്റെ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതല്ല വിഷയം. ഇവിടെ നടന്നിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. എന്താണ്? കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 13.4% ഷെയറുള്ള CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു ഫ്രോഡ് നടന്നിരിക്കുന്നു. 182 കോടി രൂപയുടെ ഫ്രോഡ് നടന്നിരിക്കുന്നു. ആ ഫ്രോഡിൽ 2.7 കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന, അതായത് KSIDCയുടെ കൂടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ വിഷയത്തെയും ഈ വിജിലൻസ് കേസ് ഏത് കോടതിയാണ് പറഞ്ഞത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഒന്നും കേസ് വന്നിട്ടില്ല. ഒന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും 2 തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും വന്നു. ആ കേസ് ഹൈക്കോടതി വന്നു, അപ്പീൽ പറഞ്ഞു, ആ അപ്പീൽ ഡിസ്മിസ് ചെയ്തു. ആ കേസും ഇതുമായി യാതൊരു ബന്ധമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി സെക്ഷൻ 447 കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള ഒഫൻസ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റി, ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ് പാർട്ടി കോൺഗ്രസിനെ തകർക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിന്ന് അതിൻ്റെ അവിടെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന മാരിറ്റിലാണ്, മധുരയിൽ. ആ പാർട്ടി കോൺഗ്രസ് CPMന് ഇപ്പോഴും ആദർശം മരിച്ചു പോയിട്ടില്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. പക്ഷെ ഞാൻ കാരണം അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ 1-ാം പേജിലൊന്നുമല്ല 7-ാം പേജിലുണ്ട്. സ്വാഭാവികമായും അത് പാർട്ടി വർഷം തന്നെയാണെങ്കിൽ കൂടി ഞാൻ വായിക്കാം. അതായത് സീരിയസ് ഫ്രോഡ് അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ കൊച്ചിയിലെ സാമ്പത്തികകാര്യ കോടതിയിൽ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയ ദുരൂഹത. അതിങ്ങനെ പറഞ്ഞു വന്ന് ഗോവിന്ദമാഷ് പറഞ്ഞ തന്നെയാണ്. അതായത് CMRL നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനിരിക്കെ അതുവരെ വാദം കേട്ട ജഡ്ജി ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാൻ ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. ജസ്റ്റിസ് ഗിരീഷ് കത്പാലി ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കാനിരിക്കെയാണ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർത്ത് കുറ്റപത്രം നൽകിയതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓൺഗോയിങ് ലീഗൽ പ്രൊസീഡിങ്സിലായിരുന്നു. പെട്ടെന്ന് അതിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് അതിനൊരു സാവകാശം കൊടുക്കാതെ ഈ സാധനം കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു അൺഹോളി ഹേസ്റ്റ് ഉണ്ടോ? ഏറ്റവും അതൊന്ന് ഓർപ്പിച്ചത് നന്നായി. കാരണം 2023 ഡിസംബർ 13 തുടങ്ങിയ നിയമയുദ്ധമാണ്. ആദ്യം ഞാൻ കൊടുത്ത കേസിൽ അവർ കക്ഷി ചേർന്നു. അവർ കേരള ഹൈക്കോടതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്തു. ആ കോടതി അത് ശരിവെച്ചുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവായി. അതിനുശേഷം കേരള ഹൈക്കോടതി തന്നെ KSIDC ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് KSIDC കേസ് ഫയൽ ചെയ്തു. ഇന്ത്യയിലുള്ള പ്രമുഖ അഭിഭാഷകരെല്ലാം കൊണ്ടുവന്നു. അതിന് മാത്രം സംസ്ഥാന സർക്കാർ KSIDC ചെലവഴിച്ചത് 2.5 കോടി രൂപയാണ്. KSIDCയുടെ അന്ന് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ആ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതല്ല എന്ന് ചോദിച്ചാണ് ആ കേസ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം വീണ വിജയൻ ബാംഗ്ലൂർ എക്സാലോജി കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതി കേസ് കൊടുത്തു. ആ കേസ് ഇതുപോലെ തന്നെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, അതിനെന്താ തെറ്റെന്ന് ചോദിച്ചാൽ ആ കേസ് തള്ളി. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ CMRL കേസ് ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തിട്ട് ഇപ്പോൾ 6 മാസം കഴിയുന്നു. ആ ജഡ്ജി ട്രാൻസ്ഫർ ആയതുകൊണ്ട് ആ കേസ് ലീവ് ചെയ്തു. ഇപ്പോൾ സ്റ്റേ ഇല്ല. അതുകൊണ്ട് മാത്രം ഇനി ആ കേസിന് വിധി പറയാൻ നോക്കിയിരിക്കണോ? എത്ര കാലം? കേസിന് വിധി പറയുന്ന ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളതല്ല, കേസ് അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അന്വേഷണ അധികാരപരിധി ഉണ്ടോ എന്ന കാര്യം അടക്കം പ്രസക്തി ചോദ്യം ചെയ്യുകയാണല്ലോ ഹർജി. ആ ഹർജിയിൽ അതിന്റെ ലീഗൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അത് കഴിഞ്ഞ് ആകാമല്ലോ. പ്രസക്തിയില്ലേ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി 3 വിജിലൻസ് കോടതിയുടെ വിധി അദ്ദേഹം പറഞ്ഞില്ലേ? 3 വിജിലൻസ് കോടതി വിധിച്ചത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, 3 ഹൈക്കോടതി ശരിവെച്ച ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അത് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും അടുത്ത കോടതി പോയാൽ
ആ കോടതി വിധി വരുന്നോടെ വരെ കാത്തിരിക്കണോ? ആ കോടതി ഇന്നലെ പറഞ്ഞ എന്താണ്? ഇതിന് സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല. ഇതിന് നിങ്ങൾ പറയുന്ന വാദത്തിൻ്റെ വിശദമായ ഹിയറിംഗ് ജൂലൈയിൽ കേൾക്കാം, അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ കേസിൻ്റെ വാദം അവിടെ നടക്കുമ്പോൾ ചാടിക്കയറി ഇതല്ല. സ്റ്റേ കൊടുക്കണം, അന്വേഷണത്തിനും മേൽ നടപടികൾക്കും സ്റ്റേ അവരാവശ്യപ്പെട്ടു ഇന്നലെ. ആ സ്റ്റേ കൊടുക്കാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ നടപടികളായിട്ട് മുമ്പോട്ട് പോയത്.